മലപ്പുറത്ത് നടന്ന ഒരു സംഭവം. മലപ്പുറത്ത് ഏറ്റവും കേരളത്തിലുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു വാക്കുകളാണ് CPM മുൻ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഞെട്ടലോടെ, ഷോക്കിംഗ് എന്ന് തന്നെ പറയേണ്ട തരത്തിൽ പറയുന്ന കാര്യങ്ങൾ. കെട്ടിക്കൊണ്ടുവന്ന് വോട്ടിന് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിട്ട് അതിനെതിരെ എന്ത് നടപടിയാണ് CPM കൈക്കൊണ്ടിട്ടുള്ളത്? 39,609 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. 52% വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതാണ്. വോട്ടർ ടേൺ ഔട്ടിൽ 72% പുരുഷ വോട്ടർമാരെങ്കിൽ 74% സ്ത്രീ വോട്ടർമാർ. അങ്ങനെ സ്ത്രീകൾ ലക്ഷക്കണക്കിന്, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, കോൺഗ്രസ് എന്നോ മഹിളാ കോൺഗ്രസ് എന്നോ വനിതാ ലീഗ് എന്നോ മാത്രമല്ല, എല്ലാ പാർട്ടികളും, CPMന്റെ എല്ലാ പാർട്ടികളുടെയും സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ വീടുകളിലേക്കൊക്കെ കടന്നു ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായവരാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ ഇത്തരത്തിലുള്ള ആക്ഷേപിക്കുന്ന CPM മുൻ ലോക്കൽ സെക്രട്ടറി സൈദലവി മജീദിനെ, അദ്ദേഹത്തിനെതിരെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ പുറത്താക്കണം. സ്ത്രീ വിരുദ്ധ പരാമർശം, സ്ത്രീപീഡന പരാമർശം, ഇതെല്ലാം പൊതുജനം കേട്ട കാര്യമാണ്, പത്രമാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. വനിതാ കമ്മീഷന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും രാജ്യസഭാ MP എന്ന നിലയിലും ഞാൻ ഇന്നലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വനിതാ കമ്മീഷൻ ഇതുവരെയും നമ്മൾ കൊടുക്കുന്ന ഒരു പരാതിയും അതിനൊന്നും ഒരു മറുപടി, ഒരു പോഷക സംഘടനയെ പോലെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പോഷക സംഘടനയെ പോലെ പെരുമാറുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യത്തിലും വനിതാ കമ്മീഷൻ ഒരു തീരുമാനവും എടുക്കാറില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണ്, CPMന്റെ വനിതാ നേതാക്കന്മാരായ ശ്രീമതി ടീച്ചർക്കും ശൈലജ ടീച്ചറും ഒക്കെ ഇത് അംഗീകരിക്കുന്നുണ്ടോ? പരസ്യമായി അവർ രംഗത്ത് വന്ന് ഈ സൈദലവി മജീദിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവരും അതിനായി മുന്നിട്ടിറങ്ങണം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. താങ്കൾ പറയുന്നത് വനിതാ സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യാപകമായ ആക്രമണം നടക്കുന്നുണ്ടെന്നാണ്. ബൂത്തിൽ കയറി അക്രമം നടന്ന കാര്യങ്ങളുടെ ഉദാഹരണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. മാലൂർ വാർഡിലെ 11ാം വാർഡിലെ അമല എന്ന് പറയുന്ന വനിതാ സ്ഥാനാർത്ഥിയെയും ഭർത്താവിനെയും സ്ത്രീകൾക്ക് നേരെ അതിക്രമം എന്ന് മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് ഈ അമല നേരിടേണ്ടി വന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ലതിക ടീച്ചർ കതിരൂർ പഞ്ചായത്തിലെ 15ഓളം ഗുണ്ടകൾ വന്നുകൊണ്ടാണ് കയ്യിൽ നിന്നും വോട്ടർ ലിസ്റ്റ്, CPMന്റെ ഗുണ്ടകൾ വന്നുകൊണ്ടാണ് ലതിക ടീച്ചറുടെ അടുത്തുനിന്നും ആ വോട്ടർ ലിസ്റ്റ് പിടിച്ചു വാങ്ങി ആക്രമിക്കുന്നത്. അവിടെ ധൈര്യത്തോടുകൂടി ഇത്തരത്തിലുള്ള അക്രമങ്ങളെയൊക്കെ അതിജീവിച്ച് അവിടെ ബൂത്തിലിരിക്കാൻ ധൈര്യം കാണിച്ച മഹിളാ കോൺഗ്രസ് നേതാവാണ് ലതിക ടീച്ചർ. അങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഇതെല്ലാം പൊതുജനം കാണുന്നുണ്ട്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നുള്ള ഈ സമീപനം, അതിനൊക്കെ വലിയ വില ഇവർ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. വലിയ വില നൽകേണ്ടി വരും. ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ അപ്പാടെ ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച്, അവർക്ക് ആദ്യം തന്നെ ഈ പദ്ധതിയോടൊരു വെറുപ്പ് തന്നെയായിരുന്നു. ഇവരാദ്യം ഈ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ഞെക്കിക്കൊല്ലാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഇപ്പോഴത്തെ ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന പേരുമാറ്റം ഉൾപ്പെടെ മഹാത്മാഗാന്ധിയെ പോലും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിലെ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് ഈ ബില്ല് വഴി ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളി UPA ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയായ, സോണിയാഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയായ, പട്ടിണി അകറ്റിയ, കോവിഡ് കാലഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്താണിയായി മാറിയ ആ പദ്ധതിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ശക്തമായി തന്നെ ഞങ്ങൾ അതിനെ എതിർക്കും.